നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫ്ലൂയിഡ് പ്രഷറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കായിരുന്നു. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് എന്താണ് ടോട്ടൽ പ്രഷർ എന്നുള്ളതാണ്. എന്താണ് ടോട്ടൽ പ്രഷർ? ഡെഫിനിഷൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ടോട്ടൽ പ്രഷർ? വാട്ട് ഈസ് സെന്റർ ഓഫ് പ്രഷർ? നമുക്ക് ഈ മൊഡ്യൂളിൽ മൊത്തം നമ്മൾ ഇതിനെ പറ്റി പഠിക്കുന്നത്, ഈ ടോട്ടൽ പ്രഷറും സെന്റർ ഓഫ് പ്രഷറും. അപ്പോൾ പല ഡിഫറെന്റ് ടൈപ്പ് സർഫസ് ഉണ്ട്. അതായത് വെർട്ടിക്കൽ സർഫസ്, ഹൊറിസോണ്ടൽ സർഫസ്, ഇൻക്ലൈൻഡ് സർഫസ്, കർവ്ഡ് സർഫസ്. ഈ സർഫസുകളിലൊക്കെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷറിന്റെ വാല്യൂ ഇത്രയാണ്, സെന്റർ ഓഫ് പ്രഷറിന്റെ വാല്യൂ ഇത്രയാണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടുന്ന് സാധാരണ രീതിയിൽ ഡയറക്റ്റ് ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നമ്മൾ സെഷന്റെ അവസാന MCQs നമ്മളിത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ടോട്ടൽ പ്രഷർ എന്താണ്? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്, ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത്, when a static fluid comes in contact with any surface, when a static fluid comes in contact with any surface, either plane or curved, the force is exerted by the fluid on that surface. This force is called total pressure. അപ്പോൾ നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതൊരു പ്രഷർ ആണോ, അതൊരു ഫോഴ്സ് ആണോ? ഇത് പ്രഷർ ആണോ, ഫോഴ്സ് ആണോ എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു പ്രഷർ അല്ല, അതെന്താണ്? അത് ഫോഴ്സ് ആണ്. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇത് പ്രഷർ അല്ല, ഇതെന്താണ്? ഇത് ഫോഴ്സ് ആണ്. ഇനി എന്ത് തരം ഫോഴ്സ് ആണ്? എന്ത് ഫോഴ്സ് ആണ്? ഒരു ഫ്ലൂയിഡ്, ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഏതെങ്കിലും ഒരു സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ, ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഏതെങ്കിലും ഒരു സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പ്ലെയിൻ ആവട്ടെ, കർവ്ഡ് ആവട്ടെ, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ടോട്ടൽ പ്രഷർ. ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ്, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബീക്കറിൽ വെള്ളം എടുത്തു, ചുമ്മാ വാട്ടർ എടുത്തു. അപ്പൊ നോക്കി ഈ വാട്ടർ ഏതൊക്കെ സർഫസുമായിട്ട് കോണ്ടാക്ട് വന്നു? ഇതിന്റെ വെർട്ടിക്കൽ സർഫസുമായിട്ട് കോണ്ടാക്ട് വന്നു, ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് കോണ്ടാക്ട് വന്നു, അല്ലെ? അപ്പൊ ഈ വാട്ടർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ വെർട്ടിക്കൽ സർഫസിൽ ഫോഴ്സ് ആക്ട് ചെയ്യും, ഹൊറിസോണ്ടൽ സർഫസിൽ ഫോഴ്സ് ആക്ട് ചെയ്യും, ഈ വെർട്ടിക്കൽ സർഫസിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ എൻ്റയർ ഫോഴ്സ്, ഈ വെർട്ടിക്കൽ സർഫസിലുള്ള എൻ്റയർ ഫോഴ്സ്, അല്ലെങ്കിൽ ബോട്ടം സർഫസിലുള്ള എൻ്റയർ ഫോഴ്സ്, ഈ വെർട്ടിക്കൽ സർഫസിലുള്ള എൻ്റയർ ഫോഴ്സ്, ആ ഫോഴ്സിനെയാണ് നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. കേട്ടോ, ആ ഫോഴ്സിനെയാണ് നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതൊരു പ്രഷർ അല്ല, അതൊരു ഫോഴ്സ് ആണ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ ആണ്, പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് ദി സർഫസ്. അതാണ് ഇതിന്റെ ഇക്വേഷൻ, ടോട്ടൽ പ്രഷർ. ഓക്കെ, ഈ ഫോഴ്സ്, ഈ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്ന ഫോഴ്സ് ആണെന്ന് പറഞ്ഞാൽ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ടു ദി സർഫസ് ആയിരിക്കും. നമ്മൾ ഏത് സർഫസിലെ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന് 90 ഡിഗ്രി ആയിരിക്കും ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സാധനമാണ് സെന്റർ ഓഫ് പ്രഷർ. ടോട്ടൽ പ്രഷർ എന്താന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആണ് സെന്റർ ഓഫ് പ്രഷർ. സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന
പോയിന്റിനെയാണ് എന്ത് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ നമുക്ക് മൊഡ്യൂളില് ബേസിക് ആയിട്ടുള്ള രണ്ട് ഡെഫിനിഷൻ എന്ന് പറയും, ടോട്ടൽ പ്രഷറും സെന്റർ ഓഫ് പ്രഷറും. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഓരോരോ ഡിഫറെന്റ് സർഫസുകളുടെ ടോട്ടൽ പ്രഷറിന്റെയും സെന്റർ ഓഫ് പ്രഷറിന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ സർഫസാണ് പഠിക്കാറുള്ളത്? എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് 4 സർഫസുകൾ പഠിക്കാറുള്ളത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് 4 സർഫസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്, അതുപോലെ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ്, അതുപോലെ കർവ്ഡ് സർഫസ്. ഇങ്ങനെ 4 സർഫസുകളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷറിന്റെ വാല്യൂ എത്രയാണ്, അടുത്ത സെന്റർ ഓഫ് പ്രഷർ എങ്ങനെയാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക, അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, സോ ഒന്നാമത്തെ സർഫസ് എന്താണ്? ഒരു ഹൊറിസോണ്ടലി ഇമ്മേഴ്സ്ഡ് സർഫസ്. ഹൊറിസോണ്ടൽ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഹൊറിസോണ്ടൽ സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷറിന്റെ വാല്യൂ എത്രയാണ്? ഹൊറിസോണ്ടൽ സർഫസിൽ ആക്ട് ചെയ്യുന്ന സെന്റർ ഓഫ് പ്രഷർ അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? അപ്പോൾ ഇതിന്റെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാറില്ലേ? അതായത് ടോട്ടൽ പ്രഷറിന്റെ വാല്യൂ എന്താണ് ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഓക്കെ, അപ്പോ ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ജസ്റ്റ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഇത് ഹൊറിസോണ്ടൽ സർഫസ് ആണ്. അത് വെള്ളത്തിൽ മുക്കി വെച്ചേക്കാം, ഹൊറിസോണ്ടലി മുക്കി വെച്ചേക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു വെള്ളത്തിന്റെ ലെവലാണിത്, വെള്ളത്തിൽ മുക്കി വെച്ചേക്കാണ്. ഇവിടെ നമ്മളൊരു ക്വാണ്ടിറ്റി പറയാണ്, എച്ച് ബാർ, ഒരു പുതിയൊരു സാധനമാണ് എച്ച് ബാർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയതൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ഫ്രീ സർഫസ്. കേട്ടോ, എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഫ്രീ സർഫസ്. അത് എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനമാണ് എച്ച് ബാർ. ഓക്കെ, അപ്പൊ ഈ കേസിൽ എച്ച് ബാർ എത്രയായിരിക്കും? എച്ച് ബാർ, സപ്പോസ് ഇതിന്റെ ഈ പ്ലേറ്റ് ഇരിക്കുന്നത്, ഈ ഹൊറിസോണ്ടൽ സർഫസ് ഇരിക്കുന്നത് ഫ്രീ സർഫസിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് താഴെയാണെങ്കിൽ എച്ച് ബാറിന്റെ വാല്യൂ എന്തായിരിക്കും? സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും നോക്കുക? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ആണെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി അതിന്റെ കറക്റ്റ് നടുക്കായിരിക്കും. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ഫ്രീ സർഫസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എച്ച് തന്നെയായിരിക്കും. ഓക്കെ, സോ ടോട്ടൽ പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു, കാണാതെ പഠിക്കണം, എക്സ്പ്രഷൻ കാണാതെ പഠിക്കണം, റോ ഇൻറ്റു ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ ആണ് ടോട്ടൽ പ്രഷർ. റോ ഇൻറ്റു ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ. അതായത് ഈ ഹൊറിസോണ്ടൽ സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിന്റെ വാല്യൂ എന്താ? റോ ഇൻറ്റു ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ. അവിടെ റോ എന്താണെന്ന് അറിയാലോ, ഈ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ്. ജി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സർഫസ് ആണ്. ഏരിയ ഓഫ് ദി സർഫസ്. ഓക്കെ, സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ പ്രഷർ. ഈ സെന്റർ ഓഫ് പ്രഷർ, ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ, സെന്റർ ഓഫ് പ്രഷറിന് ഞാൻ എച്ച് സ്റ്റാർ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. എച്ച് സ്റ്റാറിന് ഏതായിരിക്കും? എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് എച്ച് ബാർ തന്നെയാണ് കേട്ടോ. ഈ കേസിൽ എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് എച്ച് ബാർ തന്നെയായിരിക്കും. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എന്താ? എച്ച് ബാർ തന്നെയായിരിക്കും ഹൊറിസോണ്ടൽ സർഫസിന്റെ പ്രത്യേകത. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കാണാൻ പഠിക്കാം.
ഒന്നാമത്തെ കേസിലുള്ള രണ്ട് ഇക്വേഷൻസ്. ടോട്ടൽ പ്രഷർ എന്താണ്? റോ ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ ആണ്. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എച്ച് ബാർ ആണ്. അത് കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് സർഫസ്. വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഫ്ലൂയിഡില്, അതായത് സാധാരണ നമ്മൾ വാട്ടർ ആണ് ഉപയോഗിക്കാറ്. വാട്ടറിൽ ഏതെങ്കിലും ഒരു ലിക്വിഡില് ഒരു സർഫസ് വെർട്ടിക്കലി ഇമ്മേഴ്സ് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിക്കാം. ഓക്കെ, വെർട്ടിക്കലി ഇമ്മേഴ്സ് ചെയ്ത് വെച്ചേക്കാം. ഇതാണ് സർഫസ് എന്ന് വിചാരിക്കാം. അതിന്റെ തിക്നെസ് ആണിത്. തിക്നെസ്സിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. തിക്നെസ്സിനെ പറ്റി നമ്മൾ പറയുന്നില്ല. വെർട്ടിക്കൽ സർഫസ് ആണ്. അത് വാട്ടറിൽ നമ്മൾ വെർട്ടിക്കലി ഇങ്ങനെ ഇമേഴ്സ് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ഇരിക്കുന്നത്? കറക്റ്റ് സെന്ററിലായിരിക്കും. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഏരിയയുടെ കറക്റ്റ് സെന്ററിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോ വെർട്ടിക്കൽ റെക്ടാങ്കുലർ സർഫസ് ആട്ടോ. ഇപ്പൊ പല സർഫസ്, ഇപ്പൊ വെർട്ടിക്കല് ട്രയാങ്കുലർ സർഫസ് ആണ് അതിന്റെ കറക്റ്റ് സെന്ററിലായിരിക്കണം നിർബന്ധമില്ല. നമ്മൾ ഈ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ റെക്ടാങ്കുലർ സർഫസ് ആണ്. അപ്പോ അതിന്റെ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് എച്ച് ബാർ. ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ഫ്രീ സർഫസ് ആണ് എന്ത്? എച്ച് ബാർ. ഓക്കെ, എച്ച് ബാർ അവിടെ ആയിരിക്കും. ഈ കേസിലുള്ള ടോട്ടൽ പ്രഷറിന്റെ വാല്യൂ ഇക്വേഷൻ കാണിക്കണം. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ ആയിരിക്കും. എന്താ പ്രത്യേകത? റോ ഇൻറ്റു ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ. എന്താ ഇക്വേഷന്റെ പ്രത്യേകത? തൊട്ട് മുന്നത്തെ അതേ ഇക്വേഷൻ തന്നെയാണ്. ടോട്ടൽ പ്രഷറിന്റെ വാല്യൂ, അതായത് ഹൊറിസോണ്ടൽ സർഫസ് ആണെങ്കിലും വെർട്ടിക്കൽ സർഫസ് ആണെങ്കിലും ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? റോ ഇൻറ്റു ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ ആണ് കേട്ടോ. റോ ഇൻറ്റു ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സർഫസ്, എച്ച് ബാർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ഫ്രീ സർഫസ്. ഓക്കെ, ഇനി ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ അത് നമ്മൾ എന്താ എച്ച് സ്റ്റാർ വെച്ചാൽ സൂചിപ്പിക്കുന്നത്. എച്ച് സ്റ്റാർ ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ. അപ്പൊ അതെന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ കണ്ണോട് ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടന്റ്. എച്ച് ബാർ എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ഫ്രീ സർഫസ്. അത് പ്ലസ് ഐ ജി എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി കേട്ടോ. ഐ ജി മീൻസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ ആണ്. വെരി 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 ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ആക്ച്വലി ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇക്വേഷൻ തന്നെ പഠിക്കണം. ഓക്കെ, എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു എച്ച് ബാർ പ്ലസ് ഐ ജി ബൈ എച്ച് ബാർ. ഈ ഇക്വേഷൻ ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ് ഈ എച്ച് സ്റ്റാർ എന്ന് പറയുന്ന സാധനം? എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ ആണ്. അത് എന്തായിരിക്കും? അത് എച്ച് ബാറിനേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും. ഒരു വെർട്ടിക്കൽ സർഫസിന്റെ കേസിൽ എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് എച്ച് ബാറിനേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും. അല്ലെ, ആ ഇക്വേഷൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ? എച്ച് ബാർ പ്ലസ് പിന്നെ ഒരു ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ ഇതിന്റെ ലൊക്കേഷൻ സംവെയർ ബിലോ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ, ഇപ്പൊ എച്ച് സ്റ്റാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്പം കൂടി വലുതായിരിക്കും. ഇത് നോട്ട് ചെയ്തോളണം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. വെർട്ടിക്കൽ സർഫസിന്റെ കേസിൽ എച്ച് സ്റ്റാറിന്റെ ലൊക്കേഷൻ എവിടെയാണ്? എബോവ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി, ബിലോ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി,
ഈക്വൽ ടു സെന്റർ ഓഫ് ഗ്രാവിറ്റി നൺ ഓഫ് ദി അബോവ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുള്ളതാണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 ഇക്വേഷൻസ് പഠിക്കുക, വേറെ ഒന്നുമില്ല. സാർ ഐ ജി എന്ത് പറഞ്ഞു? ഐ ജി എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പഠിച്ചാലും മതി. മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ 1-2 സർഫസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ കാണാൻ പഠിച്ചോളണം. ഓക്കെ, അതായത് ഒരു റെക്ടാങ്കുലർ പ്ലേറ്റ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐ ജി എന്ന് പറയുന്നത് എന്താണ്? BD³/12 ആയിരിക്കും. റെക്ടാങ്കുലർ സർഫസ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ പ്ലേറ്റ് ആണ്. റെക്ടാങ്കുലർ സർഫസ് ആണെങ്കിൽ BD³/12 ആണ് എന്ത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ഇനി ഒരു ട്രയാങ്കുലർ സർഫസ് ആണെങ്കിൽ, നമ്മൾ വെർട്ടിക്കലി ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ട്രയാങ്കുലർ പ്ലേറ്റ് ആണ് അല്ലെങ്കിൽ ട്രയാങ്കുലർ സർഫസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് BH³, അതായത് ട്രയാങ്കിളിന്റെ ബേസ് ഇൻറ്റു ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡ് അതിന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 36 ആയിരിക്കും ട്രയാങ്കുലർ പ്ലേറ്റിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഈ സർക്കുലർ പ്ലേറ്റ് അല്ലെങ്കിൽ സർക്കുലർ സർഫസ്, സർക്കുലർ പ്ലേറ്റ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ആവശ്യം വരുന്ന വാല്യൂസ് ആണ്, കാണാൻ പഠിക്കണം. π/64 d⁴ ആണ്. π/64 d⁴. സോ ഈ വാല്യൂസും പഠിച്ചു വെച്ചോളണം, നമുക്ക് ഇതിന്റെ MCQ ചെയ്യുമ്പോൾ ഉപകാരപ്പെടും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ സർഫസും കഴിഞ്ഞു. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് മുന്നത്തെ സാധനം തന്നെയാണ്. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് h⁻ പ്ലസ് Ig/Ah⁻ ആണ്. നെക്സ്റ്റ് സർഫസ് ഇൻക്ലൈൻഡ് ഇമ്മേഴ്സ്ഡ് സർഫസ്. ഇൻക്ലൈൻഡ് സർഫസിന്റെ കേസിൽ എങ്ങനെയാണ് നോക്കാം. ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് ഇത് ഇവിടെ വാട്ടറിന്റെ ലെവലാന്ന് വിചാരിക്കുക. വാട്ടറിന്റെ ലെവലിൽ നിന്ന് അല്പം താഴെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസ്, ഞാൻ അതിന്റെ ആ തിക്നെസ് മാത്രമേ അയക്കുന്നുള്ളൂ കേട്ടോ. ഇൻക്ലൈൻഡ് ആണ് ഇത്. ഈ സ്ക്രീനിന്റെ അകത്തേക്കാണ് ഇതിന്റെ ഡെപ്ത് വരുന്നത്, ഈ സ്ക്രീനിൽ നിന്നും പുറത്തേക്ക്. അപ്പൊ അതിന്റെ തിക്നെസ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇത് തിക്നെസ് ആണ്, തിക്നെസ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. സോ ഇത് ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ഓക്കെ, ഇൻക്ലൈൻഡ് സർഫസിന്റെ എലവേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണെങ്കിൽ നമുക്ക് h⁻ ഇങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റും. ഇതായിരിക്കും h⁻. ഓക്കെ, സപ്പോസ് ഇത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആണെന്ന് വിചാരിക്കാം. തീറ്റ. ഓക്കെ, ഈ കേസിലുള്ള ടോട്ടൽ പ്രഷറിന്റെ വാല്യൂ, ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു, ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ρ × G × A × h⁻ ആണ്. എന്താ? സെയിം വാല്യൂ അല്ലെ? ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഇക്വേഷൻ, ρ × G × A × h⁻. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഇൻക്ലൈൻഡ് സർഫസ് ആണെങ്കിലും ഹൊറിസോണ്ടൽ സർഫസ് ആണെങ്കിലും വെർട്ടിക്കൽ സർഫസ് ആണെങ്കിലും ടോട്ടൽ പ്രഷറിന്റെ വാല്യൂ ρ × G × A × h⁻ ആണ്. ഓക്കെ, നോട്ട് ചെയ്തോളാം, അത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, 3 കേസിലും സെയിം തന്നെയാണ് ഇക്വേഷൻ.
ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ എച്ച് സ്റ്റാർ വെച്ച് സൂചിപ്പിക്കുന്നത് അല്ലേ. എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു എച്ച് ബാർ പ്ലസ് തൊട്ട് മുമ്പ് പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ ചെറിയ മാറ്റമുണ്ട്. എച്ച് ബാർ പ്ലസ് ഐ ജി ബൈ എ എച്ച് ബാർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു എച്ച് ബാർ പ്ലസ് ഐ ജി ബൈ എ എച്ച് ബാർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. എന്താ എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് എച്ച് ബാറിനേക്കാൾ അല്പം കൂടി വലിയ വാല്യൂ ആയിരിക്കും. എന്തുമാത്രം വലുതാണ്? ഐ ജി ബൈ എച്ച് ബാർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. ഇപ്പോൾ എന്താ വ്യത്യാസമുള്ളത്? തൊട്ട് മുമ്പത്തെ കേസിൽ ഐ ജി ബൈ എച്ച് ബാർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഒരു സൈൻ സ്ക്വയർ തീറ്റ എക്സ്ട്രാ വന്നു. സൈൻ സ്ക്വയർ തീറ്റ കേട്ടോ. സോ ഇക്വേഷൻ കാണാൻ പഠിക്കണം കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ. സോ 3 കേസിനുകൾ പറഞ്ഞു. ഏതൊക്കെയാ? ഹൊറിസോണ്ടൽ സർഫസ്, ഇൻക്ലൈൻഡ് സർഫസ്, സോറി ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് ഇൻക്ലൈൻഡ്. 3ന്റെ ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ സെയിം ആണ്. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ ആദ്യത്തേല് എച്ച് ബാർ തന്നെയായിരിക്കും. രണ്ടാമത്തേല് എച്ച് ബാർ പ്ലസ് ഐ ജി ബൈ എച്ച് ബാർ. മൂന്നാമത്തേല് എച്ച് ബാർ പ്ലസ് ഐ ജി ബൈ എച്ച് ബാർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. ഇനി നമ്മൾ 4ാമത്തെ സർഫസിലേക്ക് പോവാണ്. അതല്പം ഡിഫറെന്റ് ആണ് അതിന്റെ ഇക്വേഷൻസ്. 4ാമത്തെ എന്താണ്? കർവ്ഡ് സർഫസ്. കർവ്ഡ് സർഫസ്. കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ എലവേഷൻ മാത്രം അറിയാം. ഒരു വാട്ടറിന്റെ ഫ്രീ സർഫസ് ആണ് ഇത്. വാട്ടറിന്റെ അകത്ത് ഒരു കർവ് ഷേപ്പില് ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, കർവ്ഡ് സർഫസ്. അപ്പൊ അതിന്റെ തിക്നെസ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകും കേട്ടോ. ഇതാണ് കർവ്ഡ് സർഫസ്. ഓക്കെ, കർവ്ഡ് സർഫസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ കേസിലുള്ള ടോട്ടൽ പ്രഷറിന്റെയും സെന്റർ ഓഫ് പ്രഷറിന്റെയും ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഈ കേസിൽ അല്പം വ്യത്യാസമാണ്, അല്പം വ്യത്യാസപ്പെട്ടിരിക്കണം. തൊട്ടും പറഞ്ഞ പോലെ അല്ല. ഈ കേസിലെ ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ ആണ്. ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ ആണ്. അപ്പൊ തൊട്ട് മുമ്പ് പോലെ അല്ല. തൊട്ട് മുമ്പ് റോ ജി എച്ച് ബാർ പറഞ്ഞേ. ഇവിടെ അപ്പൊ എന്തായി? എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ ആയി. അപ്പൊ എന്താണ് ഈ എഫ് എക്സ് സ്ക്വയർ, എന്താണ് ഈ എഫ് വൈ സ്ക്വയർ, അല്ലെങ്കിൽ എന്താണ് എഫ് എക്സ്, എന്താണ് എഫ് വൈ? എന്താ താഴെ എഴുതിയിട്ടുണ്ട്, വായിച്ചോക്കെ. എഫ് എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഹൊറിസോണ്ടൽ പ്രഷർ ഫോഴ്സ് പ്രൊജക്റ്റഡ് ഓൺ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് കർവ്ഡ് സർഫസ്. ടോട്ടൽ ഹൊറിസോണ്ടൽ പ്രഷർ ഫോഴ്സ് പ്രൊജക്റ്റഡ് ഓൺ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് കർവ്ഡ് സർഫസ്. ഓക്കെ, അതിന് വേറൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ എഫ് എക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഇറ്റ് ഈസ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് സർഫസ് ഓഫ് ദി കർവ്ഡ് സർഫസ്. അതാണ് എഫ് എക്സ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് സർഫസ് ഓഫ് ദി കർവ്ഡ് സർഫസ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചൂണ്ട് പറ്റുന്ന മനസ്സിലാവും എന്താ മീൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഒരു കർവ്ഡ് സർഫസ് അല്ലേ, ഒരു കർവ്ഡ് സർഫസ് ആണ്. ഇതിന്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ. ഓക്കെ, ഈ കർവ്ഡ് സർഫസിന്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ എന്തായിരിക്കും? ഞാൻ അതിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പ്ലെയിനിലേക്ക് ഞാൻ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏത് സർഫസ് ആയും കാണാൻ പറ്റുക. ഈ സർഫസ് ഞാൻ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ
എനിക്ക് എന്ത് സർഫസ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുക? റെക്റ്റാങ്കിൾ ആയിരിക്കും. ഓക്കെ, റെക്റ്റാങ്കിൾ ആയിരിക്കും. അപ്പൊ ഇതിന്റെ പ്രൊജക്റ്റഡ് സർഫസ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ഓക്കെ, വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് സർഫസ്. ഇതിന്റെ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് സർഫസ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്രഷർ ഫോഴ്സ്, അല്ലെങ്കിൽ ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാൻ പാടില്ലേ? വെർട്ടിക്കൽ സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ എക്വേഷൻ? ρg h ബാർ ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് സർഫസ് ഓഫ് ദി കർവ്ഡ് സർഫസ്, അതാണ് എന്ത്? Fx എന്ന് പറയുന്നത്. Fx. ഓക്കെ, ഇനി എന്താണ് Fy എന്ന് പറയുന്നത്? വായിച്ചോക്കെ, എന്താണ് Fy എന്ന് പറയുന്നത്? Fy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ആക്ടിങ് ഓൺ ദി കർവ്ഡ് സർഫസ്. ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ആക്ടിങ് ഓൺ ദി കർവ്ഡ് സർഫസ്. അതായത് ഇപ്പൊ ഇതൊരു കർവ്ഡ് സർഫസ് അല്ലേ? ഇതിന്റെ മുകളിലുള്ള ലിക്വിഡ്, ഇതിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഇവിടെ നിന്ന് ഒരു സാങ്കല്പികമായിട്ടൊരു ലൈൻ വരയ്ക്കാന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കർവ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ? അത് ചിലപ്പോൾ കുറച്ച് ഐസോമെട്രിക് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് കാണാൻ പറ്റില്ല ഫ്രണ്ടിൽ നിന്ന്, നേരെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ. ഓക്കെ, സൈഡിൽ നോക്കുവാണെങ്കിൽ. അപ്പോൾ ഈ ഏരിയ സപ്പോസ് എ ആണെന്ന് വിചാരിക്കും. ഈ കർവിന്റെ മുകളിലുള്ള വെള്ളത്തിന്റെ മൊത്തം ഏരിയ എ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ആ ഏരിയനെ ഈ എല്ല്, സപ്പോസ് ഇതിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എല്ലാന്ന് വിചാരിക്കാം. ആ കർവ്ഡ് സർഫസിന്റെ ലെങ്ത് എല്ലാന്ന് വിചാരിക്കാം. ഏരിയനെ ആ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ കർവ്ഡ് സർഫസിന്റെ മുകളിലുള്ള വെള്ളത്തിന്റെ വോളിയം കിട്ടും. ശരിയല്ലേ? ആ ഏരിയനെ എൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കർവ്ഡ് സർഫസിന്റെ മുകളിലുള്ള വെള്ളത്തിന്റെ വോളിയം കിട്ടും. എന്തുമാത്രം വോളിയം വെള്ളം കർവ്ഡ് സർഫസിന്റെ മുകളിലുണ്ട്, അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് കിട്ടും. എന്ത്? വോളിയത്തെ നമ്മൾ ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും അല്ലേ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. വോളിയം അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസാണ്. മാസിനെ നമ്മൾ ജി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് കിട്ടും. എന്ത് വെയിറ്റ്? കർവ്ഡ് സർഫസിന്റെ മുകളിലുള്ള വെള്ളത്തിന്റെ വെയിറ്റ് കിട്ടും. ഓക്കെ, സോ Fy എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ഓഫ് ലിക്വിഡ് ആക്ടിങ് ഓൺ ദി കർവ്ഡ് സർഫസ് ആണ്. ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ പോലെ ρg ഇൻറ്റു A ഇൻറ്റു L ആണ്. ρg ഇൻറ്റു A ഇൻറ്റു L. ഓക്കെ, സോ ഇതാണെന്ത്? നമ്മുടെ ലാസ്റ്റ് സർഫസ് എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ്. കർവ്ഡ് സർഫസിന്റെ കേസിൽ അല്പം വ്യത്യാസമാണ്. എന്താണ്? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് √Fx + Fy² ആണ്. Fx എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ആണ്. Fy എന്ന് പറയുന്നത് എന്താണ്? ആ കർവ്ഡ് സർഫസ് സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ കർവ്ഡ് സർഫസിന്റെ കേസിൽ നമുക്ക് സെന്റർ ഓഫ് പ്രഷർ പഠിക്കേണ്ട ആവശ്യമില്ല. സെന്റർ ഓഫ് പ്രഷർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് പഠിക്കേണ്ട ആവശ്യമില്ല.